ഈ ക്വസ്റ്റ്യൻ നോക്കാം. Two lines are given. The two lines are given to be parallel. The equation of one of these lines is 5x minus 3y equal to 2. The equation of the second line can be. The system of two equations, linear equations in two variables. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ വല്ലതും മനസ്സിലായോ? രണ്ട് ലൈൻസ് ഉണ്ട്. അത് രണ്ട് പാരലലാണ്. അതിൽ ഒരു ലൈൻ 5x മൈനസ് 3y ഈസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ അതർ ലൈൻ ക്യാൻ ബി എന്നാണ്, പോസിബിലിറ്റിയാണ്. നമുക്കറിയാം രണ്ട് ലൈൻ പാരലൽ ആവാനുള്ള കണ്ടീഷൻ അറിയാമല്ലോ. എന്താണ് രണ്ട് ലൈൻ പാരലൽ ആവാനുള്ള കണ്ടീഷൻ? ഇവിടെ നോക്കിയേ, ആ കണ്ടീഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. അതായത് രണ്ട് ലൈനിൽ ഒരെണ്ണം a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0യും, ഇതാണല്ലോ സ്റ്റാൻഡേർഡ് ഫോം. വേറൊരു ലൈൻ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0യും. ഈ രണ്ട് ലൈനും, അതായത് രണ്ട് ലൈനിൻ്റെ ഇക്വേഷനാണിത്. ഇത് രണ്ടും പാരലൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. പാരലലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ മീറ്റ് ചെയ്യില്ല. രണ്ട് ലൈൻ മീറ്റ് ചെയ്യുമ്പോഴേ സൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ നോ സൊല്യൂഷൻ എന്നാണ് അർത്ഥം. ഇവ തമ്മിൽ സോൾവ് ചെയ്താൽ സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ലാത്തതിൻ്റെ കണ്ടീഷൻ നമുക്കറിയാമല്ലോ, ഓർത്ത് നോക്കിയേ. a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആണ് രണ്ട് ലീനിയർ ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടാവാതിരിക്കാനുള്ള കണ്ടീഷൻ. ഗ്രാഫിക്കലി ദേ ആർ നോട്ട് ഇൻ്റർസെക്റ്റിംഗ്, ദേ ആർ പാരലൽ. അപ്പോൾ ഇവിടെ ഒരു ലൈൻ തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, 5x മൈനസ് 3y ഈക്വൽ ടു 2. ഒരു ലൈനാണത്. 2 ലെഫ്റ്റിലോട്ട് എടുക്കുക, സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതാമെന്നാണ് നല്ലത്. 5x മൈനസ് 3y മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായിരിക്കണം? a1/a2 ഈക്വൽ b1/b2 നോട്ട് ഈക്വൽ c1/c2 ആവണം അല്ലേ? അത് നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചാലോ, അതല്ലേ നല്ലത്? ഓപ്ഷൻ എ നോക്കാം. ഓരോ ഓപ്ഷൻസും 1 by 1 ആയിട്ട് നോക്കാം, അതായിരിക്കും നല്ലത്. ഓപ്ഷൻ എ, ഇത് നമുക്ക് തന്ന കാര്യം. ഇത് ഓപ്ഷൻ എ പറയുന്നത് മൈനസ് 15x മൈനസ് 9y മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓപ്ഷൻ എന 5 ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് നമ്മളിനി ഇത് ശരിയാവുണ്ടോ എന്ന് നോക്കിയാലോ. a1/a2 എന്ന് പറഞ്ഞാൽ 5/-15 ഈക്വൽ ടു b1/b2 എന്ന് പറഞ്ഞാൽ മൈനസ് 3/-9. a1/a2 ഈക്വൽ ടു b1/b2 ആവണം. ഇപ്പം ശരിയായിട്ടില്ല. a1/a2 ചെയ്തപ്പോൾ മൈനസ് 1/3 ആണ്. b1/b2 ചെയ്തപ്പോൾ പോസ്റ്റ് നമ്പറാണ് വന്നത്. അപ്പം തന്നെ ഫെയിലായി. ഫെയിലായി. a1/a2 b1/b2 സെയിം ആവണം. അപ്പോൾ എ അല്ല, എ ഈസ് നോട്ട് കറക്റ്റ്. പിന്നെ നമുക്കുള്ള മുന്നിലുള്ളത് ബി ആണ് അല്ലേ? ബി നോക്കാം നമുക്ക്. ഓപ്ഷൻ ബി പറയുന്നത് 15x പ്ലസ് 9y, 5നെ ലെഫ്റ്റിലോട്ട് എടുക്കാം, മൈനസ് 5 ഈക്വൽ ടു 0 എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്ന ലൈൻ ഏതാണെന്ന് മറന്നു പോകണ്ട. ഇതാണ് നമുക്ക് തന്ന ലൈന്, ബോക്സിനുള്ളിലിടാം. a1/a2 എടുക്കാൻ പോവാണ്. a1/a2 എടുക്കുമ്പോൾ 5/15 ഈക്വൽ ടു b1/b2 എടുത്താൽ മൈനസ് 3/9. അപ്പം തന്നെ ഈക്വൽ അല്ല എന്ന് മനസ്സിലായി. a1/a2 ഈക്വൽ ടു b1/b2 അല്ലേ? അങ്ങനെ വരേണ്ടത്. അപ്പോൾ ബി അല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് സിയും ഡിയും നോക്കാം. സി ഞാൻ ഈ ഓർഡറിൽ തന്നെ ചെയ്ത് പോട്ടെ, ഏതായാലും ഡി ആയിരിക്കണം മിക്കവാറും ആൻസർ, കറക്റ്റ് ആൻസർ. സി പറയുന്നത് 9x മൈനസ് 15y മൈനസ് 6 ഈക്വൽ ടു 0 എന്നാണ്. a1/a2 ചെയ്ത് കഴിഞ്ഞാൽ 5/9. b1/b2 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 3/-15.
ഇത് കണ്ടാൽ തന്നെ അറിയാം സെയിം അല്ലാന്ന്. 5/9 ഇതും സെയിം അല്ലാന്ന് കണ്ടാൽ അറിയാം. അപ്പോൾ സി യു അല്ല ആൻസർ. എ അല്ല, ബി അല്ല, സി അല്ല. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ആൻസർ ഡി ആയിരിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, സമയം കളയേണ്ട ആവശ്യമില്ല. എയും ബിയും സിയും ആൻസർ അല്ലെങ്കിൽ പിന്നെ ഡി തന്നെയായിരിക്കണമല്ലോ ആൻസർ.